Hi, welcome to another video that is on PN junction diodes. This video is about the formation of a PN junction, the diodes, the characteristic of a diode, their applications, and how or what happens in a diode when it is biased. Coming to the definition of diodes, a diode is an active semiconductor two-terminal device which allows the current flow in only one direction. അപ്പോൾ ഇതൊരു active device ആണ്. So we learnt about the different types of passive components like resistors, capacitors, inductors, etc. അപ്പോൾ diodes are the active components in electronics. ആക്റ്റീവ് ഇൻ ദ സെൻസ് എന്തുകൊണ്ടാണ് അവർ ആക്റ്റീവ് എന്ന് പറയുന്നത്? ഒരു സിഗ്നലിനെ മോഡിഫൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ആൻഡ് ദേ വർക്ക് വെൻ വി ബയാസ് ദം, അല്ലെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് അവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണത്. So they are called active components, and diode is a two-terminal active semiconductor device. Semiconductor കൊണ്ടുണ്ടാക്കുന്ന ഒരു ഡിവൈസ് ആണ് PN junction diodes, and therefore they are called active two-terminal semiconductor device that allows current flow in only a single direction. അതായത് ഒരു യൂണിഡയറക്ഷണൽ കറണ്ട് ഫ്ലോ പ്രോപ്പർട്ടി ഉള്ള ഡിവൈസ് ആണ് PN junction diodes. യൂണിഡയറക്ഷണൽ ഇൻ ദ സെൻസ് ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൽ ഒരു ഡയറക്ഷനിൽ കൂടെ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. ഇത് നേരെ തിരിച്ച് കണക്ട് ചെയ്താൽ, ഒരു സർക്യൂട്ടിൽ ഇത് തിരിച്ച് കണക്ട് ചെയ്താൽ അവിടെ കറണ്ട് ഫ്ലോ ഇല്ല. Now we will be discussing about that in detail. Now coming to the second point, a PN junction diode is formed by doping a p-type impurity to one side and an n-type impurity to the other side of a silicon or germanium semiconductor. നമുക്കിവിടെ ഒരു സെമി കണ്ടക്ടറിൻ്റെ ഒരു പീസ് ഓഫ് സിലിക്കൺ സെമി കണ്ടക്ടർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് പോർഷനർ വൺ സൈഡ് ഷുഡ് ബി ഡോപ്ഡ് വിത്ത് ദ പി ടൈപ്പ് ഡോപ്പൻറ്റ് and the other side will be doped with the n-type dopant. അങ്ങനെ വരുമ്പോൾ that is how we form a PN junction diode. Hope you are clear with the construction. Now we will see in detail about the formation of a PN junction. ഡയോഡിന്റെ യൂണിഡയറക്ഷണൽ പ്രോപ്പർട്ടി ആണ് ഇവിടെ വീണ്ടും മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഡയോഡ് കണ്ടക്ട്സ് കറണ്ട് ഓൺലി വെൻ ഇറ്റ് ഈസ് ഫോർവേഡ് ബയാസ്ഡ്. അതായത് ഒരു ഡയോഡ് ഓൺ ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഓഫ് വെൻ ദ ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ ഈ റിവേഴ്സ് ആൻഡ് ഫോർവേഡ് ബയാസിങ് എന്താണെന്നുള്ളത് നമ്മൾ ഇൻ നെക്സ്റ്റ് കമ്മിങ് സ്ലൈഡ്സിൽ പറയുന്നുണ്ട്. സോ വാട്ട് ഈസ് മെൻ ബൈ ബയാസിങ്? ബയാസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് ബയാസിങ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡയോഡ് ഒരു ആക്റ്റീവ് ഡിവൈസ് ആണ്. അതായത് നമുക്കൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഒരു ആക്റ്റീവ് ഡിവൈസ് അല്ലെങ്കിൽ ആക്റ്റീവ് കോമ്പണൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ഹാവ് എ ഡയോഡ്. അപ്പോൾ ഡയോഡ് നിങ്ങൾ ഇവിടെ കാണാം ഹൗ ഇറ്റ് സ്ട്രക്ചർ ഈസ്. അതിൽ ഡയോഡിൻ്റെ ഒരു എൻഡിൽ ഒരു സിൽവർ റിംഗ് പോലെ ഉണ്ടാവും. നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് ആണെങ്കിൽ ആ സിൽവർ റിംഗ് പോയിന്റ് ചെയ്യുന്നത് ദാറ്റ് വിൽ ബി ദ കാഥോഡ് ഓഫ് ദ ഡയോഡ്, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് റീജിയൻ ആണ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സിൽവർ റിംഗ്. ഇപ്പോൾ ഡയോഡിൻ്റെ മറ്റേ എൻഡിനെയാണ് ആനോഡ് അല്ലെങ്കിൽ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയോഡ് നമ്മൾ എങ്ങനെയാണ് സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ദിസ് ഇസ് ഹൗ യു ഹാവ് എ ഡയോഡ്. അപ്പോൾ ഇത് കണ്ട മോർ ലൈക്ക് എ നാരോ മാർക്കാണ് അല്ലേ? അതായത് ആ ഒരു ഡയറക്ഷനിലാണ് ഡയോഡിൻ്റെ കറണ്ട് ഫ്ലോ. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഡയോഡ് സേസ്, ഇറ്റ് ഹാസ് യൂണിഡയറക്ഷണൽ ഫ്ലോ ഓഫ് കറണ്ട്. ഈ ഒരു സിമ്പിൾ വെച്ച് തന്നെ നമ്മൾ we should make out that this is the direction of the current flow in case of a diode. Now coming to the different types of diode, normally we have PN junction diodes. This is the most common type of diodes. ഇപ്പോൾ നിങ്ങൾ വർക്ക്ഷോപ്പിലൊക്കെ ചെയ്യാൻ പോവുകയാണെങ്കിലും for different electronic experiments നമ്മൾ we make use of this simple diode, like ഒരു റെക്ടിഫയറോ അങ്ങനെയുള്ള ഓരോ സർക്യൂട്ടുകളിൽ we make use of this PN junction diode. ഇനി ഇതാണ് സെനർ ഡയോഡ്. സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വോൾട്ടേജ് റെഗുലേഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഡയോഡ്. We will discuss in detail about Zener diode in the later videos. അപ്പോൾ പിന്നെ this is another kind of diode called Schottky diode. പിന്നെ ഇത് നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആണ് അല്ലേ? that emits light.
Then we have tunnel diodes. This is a photodiode, അതായത് ലൈറ്റ് ഇൻറ്റൻസിറ്റി അനുസരിച്ചാണ് അതിൻ്റെ വർക്കിംഗ്. ഇത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഡയോഡാണ് light emitting diode, while photodiode, it works with the intensity of light incident on it. So these are a few types of diodes. ഇതിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളതാണ് ഈ പി എൻ ജംഗ്ഷൻ ഡയോഡ്, സെനർ ഡയോഡ് ആൻഡ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. Now coming to a few applications of diodes. അപ്പോൾ ഡയോഡിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ ആണ് റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. റെക്ടിഫയേഴ്സ് എന്താ ചെയ്യുക? എ സിനെ ഡി സി ആക്കുന്ന ഡിവൈസ് ആണ് റെക്ടിഫയേഴ്സ്. ദേ മേക്ക് യൂസ് ഓഫ് ഡയോഡ്സ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡയോഡ്സ് ഹാവ് യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് കറണ്ട് ഉള്ളത് കൊണ്ടാണ് റെക്ടിഫയേഴ്സിൽ നമ്മൾ ഡയോഡ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയർ ആണെങ്കിൽ അവിടെ 4 ഡയോഡ്സ് ഉപയോഗിക്കും. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് റെക്ടിഫയർ വി ഹാവ് the number of diodes. Half wave rectifier ആണെങ്കിൽ ഒരു ഡയോഡ് ഉപയോഗിക്കുള്ളൂ, and so on. ഇനി ഇൻവെർട്ടേഴ്സ് ആണ് some different application of diode. Then we have clippers and clampers. പിന്നെ illumination ലൈറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ LED ഉപയോഗിക്കാറുണ്ടല്ലേ, light emitting diodes. And also we see it in remote controls. We again have different applications like in radars and so on. So these are a few applications of diodes. Now coming to the formation of a PN junction. അപ്പോൾ എങ്ങനെയാണ് ഈ PN junction ഫോം ചെയ്യുന്നത്? I already told you എങ്ങനെയാണ് PN junction നമ്മൾ ഉണ്ടാക്കുന്നത്. We take a silicon or germanium semiconductor, അതിൻ്റെ a piece of semiconductor, അതിൻ്റെ ഒരു side will be doped by the p-type dopant and the other side with the n-type dopant. അങ്ങനെയാണ് നമ്മൾ ആ PN junction ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എൻ റീജിയനിൽ കൂടുതൽ ആരാ ഉള്ളത്? ദേ ഹാവ് ഹയർ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ, ഓർ ഇലക്ട്രോൺസ് ആർ ദ മെജോറിറ്റി ക്യാരിയേഴ്സ്. സിമിലർലി പി റീജിയനിൽ ഹയർ ഹോൾ കോൺസെൻട്രേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഹോൾസ് ആർ ദ മെജോറിറ്റി ക്യാരിയേഴ്സ് ഇൻ ദിസ് സൈഡ്. ഇനി ഇവിടെയുള്ള ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ട്, ഇവിടെ കൂടുതൽ ഇലക്ട്രോൺസ്, ഇവിടെ കൂടുതൽ ഹോൾസ്. ആ ഒരു ഡിഫറൻസ് കാരണം, കോൺസെൻട്രേഷനിലുള്ള ഡിഫറൻസ് കാരണം there occurs diffusion. You know why? Because of this concentration gradient there will be diffusion. അപ്പോൾ ഡിഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ഇലക്ട്രോൺസ് tend to cross the junction and reach the p region. Similarly, the holes from this p region have a tendency to cross the junction and reach the n region. Okay, അപ്പോൾ അത് ഇക്വലൻ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വന്നു, that means there will be a hole to cross this junction. അപ്പോൾ ഈ ഡിഫ്യൂഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും until the concentration of electrons and concentration of holes on both the sides are same. രണ്ട് സൈഡിലും ഉള്ള കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസും ഹോൾസും ഈക്വൽ ആവുന്നവരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ what happens here? There will be a hole here അല്ലേ. അവിടുന്ന് ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ അവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ട്, ദാറ്റ് ഇസ് എ ഹോൾ അല്ലേ. അതൊരു ഇമ്മൊബൈൽ അയോൺ ആയിരിക്കും. Similarly, there will be immobile ion of electrons here. അപ്പോൾ ഈ ജംഗ്ഷൻ്റെ തൊട്ട് ഇപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് there will be a layer of immobile ions, and that is what is called the depletion region. ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. എത്ര നേരം വരെ ഇത് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമെന്ന് ചോദിച്ചാൽ until there occurs no more diffusion. ഇവിടുന്ന് ഇലക്ട്രോൺസ് പിന്നെ ഇങ്ങോട്ടേക്ക് പോവോ, ഇവിടുന്ന് ഹോൾസ് ഇങ്ങോട്ടേക്ക് പോവോ, ഇവിടുന്ന് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാനോ പറ്റാത്ത വിധം ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യും. ആൻഡ് ദിസ് ഡിപ്ലീഷൻ റീജിയൻ ഈസ് ഓൾസോ കോൾഡ് സ്പേസ് ചാർജ് റീജിയൻ. ദ നെഗറ്റീവ് അയോൺസ് ഫോം എ ലെയർ ഓഫ് നെഗറ്റീവ് ഇമ്മൊബൈൽ അയോൺസ് അലോങ് ദ പി റീജിയൻ. കണ്ടോ, പി റീജിയൻ്റെ ഇവിടെ ഒരു നെഗറ്റീവ് അയോൺസിൻ്റെ ഒരു ലെയർ ഫോം ചെയ്തു. Similarly, n regionൻ്റെ അവിടെ ഒരു പോസിറ്റീവ് അയോൺസും ഫോം ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഡിപ്ലീഷൻ റീജിയൻ ഓർ സ്പേസ് ചാർജ് റീജിയൻ. Now coming to biasing of a PN junction. Biasing എന്താണെന്ന് ഞാൻ പറഞ്ഞു. The process of applying an external voltage to a PN junction is called biasing. അല്ലേ, 3 ബയാസിങ് കണ്ടീഷൻസ് ആണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. ദ ഫസ്റ്റ് വൺ ഈസ് സീറോ ബയാസിങ്, അതായത് വോൾട്ടേജ്, എക്സ്റ്റേണൽ വോൾട്ടേജ് ഒന്നും കൊടുക്കാതിരിക്കുന്ന ആ ഒരു സ്റ്റെപ്പ്, ദാറ്റ് ഈസ് കോൾഡ് സീറോ ബയാസിങ്.
ഇനി അടുത്തത് ഫോർവേഡ് ബയാസിങ്, അതായത് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ battery, voltage potential in the sense the battery അല്ലെങ്കിൽ ആ ഒരു voltage supply is connected to the p type of the semiconductor while negative terminal is connected to the n type of that semiconductor. ഇനി റിവേഴ്സ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്, the negative terminal of the battery is connected to the p type material and the positive of the battery is connected to the n type of the material. അപ്പോൾ അതിനെയാണ് റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസിങ്ങിൽ പ്ലസും പ്ലസും കണക്ട് ചെയ്തു, അതായത് പി റീജിയൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു, എന്നും എന്നും കണക്ട് ചെയ്തു, ഡയോഡിൻ്റെ നെഗറ്റീവും ബാറ്ററിയുടെ നെഗറ്റീവും കണക്ട് ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് ഫോർവേഡ് ബയാസിങ്, രണ്ടും ഒരേ പൊളാരിറ്റിയിൽ. ആൻഡ് റിവേഴ്സ് ബയാസിങ്ങിൽ എന്താ സംഭവിക്കുക, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കണക്ട് ചെയ്തു, ദാറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് ബയാസിങ്. പ്ലസിനെ മൈനസിലേക്കും മൈനസിനെ പ്ലസിലേക്കും കണക്ട് ചെയ്തു. Now we will see what is the response of a PN junction diode when we bias it in this processes. അപ്പോൾ അൺബയാസ്ഡ് കണ്ടീഷനിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മളൊരു വോൾട്ടേജും കൊടുക്കുന്നില്ല, അപ്പോൾ ആ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്ത് അതിങ്ങനെ നോർമൽ സ്റ്റേബിൾ സ്റ്റേറ്റ് പോലെ തന്നെ ഇരിക്കുകയാണ്. ദർ വോണ്ട് ബി എനി മോർ കറണ്ട് ഫ്ലോ ഇൻ ഈതർ ഡയറക്ഷൻ. ഓക്കെ, ഇനി ഫോർവേഡ് ബയാസിങ് എന്താണെന്ന് നോക്കാം. ഫോർവേഡ് ബയാസിങ്ങിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ദ പോസിറ്റീവ് ഓഫ് ദ ബാറ്ററി ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ഓഫ് ദ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഡയോഡ്. കണ്ടോ, ഇവിടെ ഇതാണ് നമ്മുടെ വോൾട്ടേജ് സപ്ലൈ അല്ലെങ്കിൽ ബാറ്ററി. ആ ഒരു ബാറ്ററിയുടെ പോസിറ്റീവിനെ നമ്മൾ പി റീജിയനിലേക്ക് കണക്ട് ചെയ്തു. അതേപോലെ നെഗറ്റീവ് ഓഫ് ദി ബാറ്ററി ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ഓഫ് ദ ഡയോഡ്. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വോൾട്ടേജ്, ആദ്യം വോൾട്ടേജ് സപ്ലൈ നമ്മൾ പതുക്കെ പതുക്കെ വോൾട്ടേജ് കൂട്ടി കൊടുത്തു. ആൻഡ് ദിസ് വോൾട്ടേജ് ഈസ് ഇൻക്രീസ്ഡ് സ്ലോലി. അപ്പോൾ ആദ്യം 0.1 ആയിരുന്നു, പിന്നെ 0.2 ആയിരുന്നു, 0.3 ആയിരുന്നു, അങ്ങനെ അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് വരെ ഒരു കറണ്ട് ഫ്ലോയും ഉണ്ടാവത്തില്ല, ഈ ഡയോഡിന് അനക്കമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു 0.6 വോൾട്ടോ അല്ലെങ്കിൽ 0.7 വോൾട്ട് ആകുമ്പോൾ എന്ത് പറ്റും, there will be a current flow. ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ പ്ലസും കണക്ട് ചെയ്തേക്കാണ് അല്ലേ. അപ്പോൾ നമ്മൾ വോൾട്ടേജ് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും, പ്ലസ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ നടക്കുക, ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് റിപ്പൾഷൻ അല്ലേ. പ്ലസും ഈ ബാറ്ററിയുടെ പോസിറ്റീവും ഡയോഡിൻ്റെ പോസിറ്റീവും, അപ്പോൾ അവിടെ റിപ്പൾഷൻ പ്രോസസ്സ് നടക്കും. സോ ദീസ് ഹോൾസ് ഹാവ് എ ടെൻഡൻസി ടു മൂവ് ടുവേർഡ്സ് എ ജംഗ്ഷൻ. ഈ ഹോൾസിന് എങ്ങോട്ടേക്ക് പോകാനാണ് ടെൻഡൻസി ഉള്ളത്, ദീസ് ഹോൾസ് ഹാവ് എ ടെൻഡൻസി ടു move towards the junction. They have a tendency to move towards the junction, these holes. Similarly, in the sambhavika negative region, the negative of the battery is connected to the negative of the p side, alle. അപ്പോൾ ഇവിടെയും റിപ്പൾഷൻ തന്നെ നടക്കും, that is electrons have a tendency to move to the junction again. These electrons tend to move towards the junction. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഫോർവേഡ് ബയാസിംഗിൽ നമ്മൾ എന്നിട്ട് വോൾട്ടേജ് കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുക. ഓൺലി ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ മാത്രമേ ഈ ബാരിയർ ബ്രേക്ക് ചെയ്ത് ഈ കാരിയേഴ്സിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിനെയാണ് നമ്മൾ കട്ട് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ നീ വോൾട്ടേജ് അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ, ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ വിളിക്കുന്നത്. ആൻഡ് ദിസ് ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ് ഇസ് 0.7 വോൾട്ട് ഫോർ സിലിക്കൺ and 0.3 volt for germanium. Hope you are clear. You connect the positive of the battery to the positive of the p region. There will be a repulsion of these carriers. ഈ carriersന് ജംഗ്ഷൻ്റെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉള്ളത്. ആൻഡ് ദിസ് പ്രോസസ് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ കൂടുതൽ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഈ കാരിയേഴ്സിന് കൂടുതൽ ഫോഴ്സ് കിട്ടും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു വോൾട്ടേജ് കൂട്ടി 0.6 ഓർ 0.7 എത്തിക്കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഈ കാരിയേഴ്സിന് നമ്മുടെ ഈ ഡിപ്ലീഷൻ റീജിയൻ ബ്രേക്ക് ചെയ്ത് ജംഗ്ഷൻ ക്രോസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് ഹൗ കണ്ടക്ഷൻ ടേക്സ് പ്ലേസ്. നൗ കമ്മിങ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇതിനെ നമ്മളൊരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വെച്ച് നോക്കാം. അതായത് എങ്ങനെയാണ് നമ്മൾ ഒരു സർക്യൂട്ട് എക്സ്പെരിമെൻ്റലി ഹൗ ഡു യു റെപ്രസെൻറ്റ് ഇറ്റ്. എക്സ്പെരിമെൻ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ വി ഹാവ് എ സർക്യൂട്ട്, പെർട്ടിക്കുലർ സർക്യൂട്ട് ഫോർ ദിസ്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന ബാറ്ററി.
Okay, and this is how you have the diode. Diode forward biasing in the case ആണ് പറയുന്നത്. This is how you have the diode, and this diode is connected, or we connect a voltmeter across this diode, and now we have an ammeter or milliammeter to measure the current flowing through this diode. ഇവിടെ ഒരു milliammeter വെച്ചിട്ടുണ്ട്, and then we have a load resistor. Now ഈ വോൾട്ടേജ് നമ്മൾ ആദ്യം തന്നെ സീറോയിലായിരുന്നു, and this is our circuit കേട്ടോ. ഇതാണ് നമ്മുടെ സാധാരണ ഡയോഡ്, and this is the voltmeter, we have a milliammeter, and this is the voltage supply that we are giving, and this is the resistance, load resistor. അപ്പം നമ്മൾ ഈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ സ്ലോലി ആദ്യം സീറോ കൊടുത്തു, അനക്കമൊന്നുമില്ല കണ്ടോ, കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. ഈ അമ്മീറ്ററിൽ ഒരു വോൾട്ടേജും കാണാൻ പറ്റത്തില്ല. നമ്മൾ ഈ കൊടുക്കുന്ന വോൾട്ടേജ് തന്നെയാണ് ഇവിടെയും ഈ ഒരു വോൾട്ട് മീറ്ററിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ യു ക്യാൻ സി, അപ്പോൾ ഇനീഷ്യലി നമ്മൾ സീറോയിൽ വോൾട്ടേജിൽ ചേഞ്ച് ഒന്നും, കറണ്ടിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ദിസ് അമ്മീറ്റർ വിൽ ബി ഓഫ്. ഇനി 0.1 ആക്കി ചേഞ്ച് ഒന്നുമില്ല, 0.2 ആക്കി ചേഞ്ച് ഒന്നുമില്ല, അങ്ങനെ 0.6 വരെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മുടെ മില്ലി അമ്മീറ്ററിൽ കറണ്ട് ഫ്ലോ കാണിക്കാൻ തുടങ്ങും. അപ്പോൾ ഇറ്റ് ഇനിഷ്യലി ഇസ് സം 1 മില്ലി ആംപിയർ 2 മില്ലി ആംപിയർ ഒക്കെ കൂടി പിന്നെ പെട്ടെന്ന് ഡ്രാസ്റ്റിക്കലി അത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും, ആൻഡ് ഇറ്റ് റീച്ചസ് സം 20 മില്ലി ആംപിയേഴ്സ് ബൈ 0.7 വോൾട്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് അറ്റ് വിച്ച് ദിസ് കറണ്ട് ഫ്ലോ ഒക്കേഴ്സ് ഇസ് കോൾഡ് നീ വോൾട്ടേജ്. അത് സിലിക്കണിന് എത്രയാണെന്നാ പറഞ്ഞേ? സിലിക്കണിൻ്റെ ആ ഒരു നീ വോൾട്ടേജ് ഇറ്റ് ഇസ് 0.7 volt. Okay, അപ്പോൾ ഇതിനെയാണ് ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ഹൗ യു റെപ്രസെന്റ് ദ ഫോർവേഡ് ബയാസിംഗ് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഗ്രാഫ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഗ്രാഫിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് കൂട്ടിക്കൊടുത്തു, പതുക്കെ കൂട്ടി 0.7 വോൾട്ട് എത്തിയപ്പോൾ മില്ലിയമീറ്ററിൽ നമുക്ക് ആ കറണ്ട് മെഷർ ചെയ്യാൻ പറ്റി, ആൻഡ് ദാറ്റ് വിൽ ബി ഓൾമോസ്റ്റ് 20 മില്ലി ആംപിയേഴ്സ് വെൻ യു റീച്ച് 0.7. ഇനി ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വോൾട്ടേജ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡയോഡ് ഡാമേജ് ആയി പോകും. ഓക്കെ, so that is about forward characteristics of a PN junction diode, and you have to study this circuit diagram also. ഈ experimental setup previous diagram പഠിക്കേണ്ടത് തന്നെയാണ്. and this forward characteristics അല്ലെങ്കിൽ reverse characteristics അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്ന VI characteristics of a diode എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. Now coming to reverse biasing of a PN junction. Reverse biasing കണക്ഷൻ എങ്ങനെയാ വരുന്നത്? We have the P region that is connected to the negative terminal of the battery, and N region is connected to the positive terminal of the battery. നേരെ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ പ്ലസ് ആണ്, പി റീജിയണിൽ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ് അല്ലേ? അപ്പോൾ മൈനസും പ്ലസും വരുമ്പോൾ എന്ത് സംഭവിക്കും? അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ? ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് അട്രാക്ഷൻ അല്ലേ? അപ്പോൾ ഈ ഹോൾസിന് അല്ലെങ്കിൽ ഈ ഒരു പി പോസിറ്റീവ് ചാർജിന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനാണ് ടെൻഡൻസി ഉള്ളത്. they tend to move away from the junction. they tend to move away from the junction. Similarly, ഇവിടെ ഇലക്ട്രോൺസ് നെഗറ്റീവ് ആണ്, and here you have the positive charge of the battery, positive terminal of the battery. അപ്പോൾ ഈ ഇലക്ട്രോൺസിനും they have a tendency to move away from the junction. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ what happens? ഈ depletion region widen ചെയ്യാൻ തുടങ്ങും, and this depletion region widens such that there is no current flow through it. Okay, ഈ ഒരു പ്രോസസ്സിനെയാണ് റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുന്നത്. This process continues until ഒരു പെർട്ടിക്കുലർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരെ there will be no current flow. പക്ഷേ ആ ഒരു റിവേഴ്സ് വോൾട്ടേജ് എത്തിക്കഴിയുമ്പോഴോ ഡ്രാസ്റ്റിക് ആയിട്ട് കറണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്ത് ഈ ഡയോഡ് ബ്രേക്ക് ഡൗൺ ആവും, because there will be a large amount of current which is
ബിയോണ്ട് വാട്ട് ഡയോഡ് ക്യാൻ ഹാൻഡിൽ. അങ്ങനെ വരുമ്പോൾ അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിച്ച് ദ ഡയോഡ് വിൽ ബി ഡാമേജ്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു ഈ ഡിപ്ലീഷൻ റീജിയൻ വൈഡൻ ചെയ്യും ബിക്കോസ് ദിസ് മെജോറിറ്റി കാരിയേഴ്സ് ദേ ടെൻഡ് ടു മൂവ് അവേ ഫ്രം ദ ജംഗ്ഷൻ. പക്ഷെ ഇവിടെ മെജോറിറ്റി കാരിയേഴ്സ് മാത്രമാണോ ഉള്ളത്? കുറച്ച് മൈനോറിറ്റി കാരിയേഴ്സും ഉണ്ട് അല്ലേ? ദർ ആർ എ ലിറ്റിൽ number of minority carriers in p region, that is electrons in p region, and a small number of majority carriers in n region too. I mean small number of minority carriers that are holes in the n region too. അപ്പോൾ ഈ നമ്മൾ ഈ റിവേഴ്സ് ബയാസിങ് കൊടുക്കുമ്പോഴും ഈ മൈനോറിറ്റി കാരിയേഴ്സിന് ജംഗ്ഷൻ ക്രോസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, ദീസ് മൈനോറിറ്റി കാരിയേഴ്സ് വിൽ ക്രോസ് ദ ജംഗ്ഷൻ. ദിസ് results in a small amount of current called reverse saturation current, അല്ലെങ്കിൽ അതിനെ leakage current എന്ന് പറയാം. This current is called reverse saturation current, or it is also called leakage current. ഇത് വളരെ ചെറിയൊരു amount of current ആണ് leakage current എന്ന് പറയുന്നത്. It will be microamperes or nanoamperes. Specifically when you say about silicon, it is just 2 nanoamperes, and when it comes to germanium it is 10 microamperes. അപ്പോൾ അത്രയും ചെറിയൊരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ കേസ് ഓഫ് റിവേഴ്സ് ബയാസിങ്. Now let us go to the experimental setup of this reverse biasing. അപ്പോൾ നമുക്ക് ആ ഒരു സർക്യൂട്ട് വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ട എന്താണ്? ഒരു വോൾട്ടേജ് സപ്ലൈ ആണ്. And then we connect it to the diode. Diode എങ്ങനെ കണക്ട് ചെയ്യേണ്ടത്? റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഡയോഡിനെ നേരെ തിരിച്ച് വരച്ചാൽ മതി. ഓക്കെ, and then we have the voltage supply, I mean the voltmeter to measure the voltage across this diode, and then we have the ammeter to measure the current across this diode. We have the microammeter to measure the current across the diode. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്തേലും ഉണ്ട്, ഇറ്റ് ഇസ് ജസ്റ്റ് മൈക്രോ ആംപിയേഴ്സ് അല്ലേ, അല്ലെങ്കിൽ നാനോ ആംപിയേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു മൈക്രോ അമ്മീറ്റർ ഇവിടെ കണക്ട് ചെയ്താൽ മതി. Again we have the same, in the same way we have the resistor, load resistor. This is represented as RL, and here you have the voltage supply. ഇനി forward biasing പോലെ തന്നെ same process. You can see what happens when this voltage is increased. ആദ്യം നമ്മൾ വോൾട്ടേജ് 0 ആക്കി വെച്ചു, പിന്നെ ഇൻക്രീസ് ചെയ്തു, സ്ലോലി ഇൻക്രീസ് ചെയ്തു, 1 ആക്കി, 2 ആക്കി, 3 ആക്കി, 4 ആക്കി, and there will be a particular breakdown voltage. ആ ഒരു breakdown voltage വരെ ചെറിയൊരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലാതെ വേറെ കറണ്ട് ഒന്നും അവിടെ ഫ്ലോ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദിസ് ഗ്രാഫ്. ഒരു ചെറിയ ലീക്കേജ് കറണ്ട് ഒഴിച്ച് വേറെ കറണ്ട് ഒന്നുമില്ല ഇവിടെ. പക്ഷേ ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കും? പിന്നെ ഡയോഡിന് താങ്ങാവുന്നതിലും കൂടുതൽ കറണ്ടായി ഭയങ്കര ഹെവി അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ത്രൂ ദിസ് ഡയോഡ് സച്ച് ദാറ്റ് ദ ഡയോഡ് ഇസ് ഡാമേജ്ഡ്. അതുകൊണ്ടാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ആ ഒരു വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ ഡയോഡ് ബ്രേക്ക് ഡൗൺ ആയി പോകും. ദാറ്റ് ഇസ് കോൾഡ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് റിവേഴ്സ് ബയാസിങ് ഓൾസോ. അപ്പോൾ ഈ രണ്ട് ഗ്രാഫും കൂടി നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഒരു വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രാഫ് വരയ്ക്കും. നോർമലി ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നോർമലി എന്നല്ല, ദിസ് ഷുഡ് ബി എ ക്വസ്റ്റ്യൻ. ഇതിൽ ഒന്നില്ലെങ്കിൽ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡയോഡ് ചോദിക്കും, അല്ലെങ്കിൽ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ചേർന്ന വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് ചോദിക്കും. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം, ഇറ്റ് ഇസ് ഗ്രാഫ്. യു ഹാവ് ടു ഡ്രോ എ ഗ്രാഫ് ദാറ്റ് ഷോസ് ദ റെസ്പോൺസ് ബിറ്റ്വീൻ എന്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആ വോൾട്ടേജ് ആൻഡ് കറണ്ട് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസ് ഇൻ എ ഡയോഡ്. അപ്പോൾ ഇവിടെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ പറഞ്ഞു 0.7 എത്തിയപ്പോൾ ഒരു ദർ ഇസ് എ ലാർജ് ഇൻക്രീസ് ഇൻ കറണ്ട്.
Similarly, reverse bias എത്തിയപ്പോഴും there is a large amount of current flowing through it. That is represented in this graph. പിന്നെ ഈ ചെറിയൊരു വോൾട്ടേജിനെ കറണ്ടിനെയാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. അത് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ദാറ്റ് ഇസ് ലീക്കേജ് കറണ്ട്. That is called leakage current and it is in the order of microamperes അല്ലെങ്കിൽ nanoamperes. Leakage current. Hope you are clear with this VI characteristics. അപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ആദ്യം ഗ്രാഫ് വരയ്ക്കുക. ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ യു ഹാവ് ദിസ് ഗ്രാഫ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് അറ്റ് വിച്ച് ഈ കറണ്ട് റൈസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിനെയാണ് കട്ട് ഇൻ വോൾട്ടേജ് ഒരു നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് സിലിക്കണിൻ്റെ കേസിൽ 0.7 ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ജർമാനിയം ഇറ്റ് ഈസ് 0.3 വോൾട്ട്. And this is also called junction potential or barrier potential. ഇനി റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ there is no current flow through it until we reaches a breakdown voltage except for a leakage current or reverse saturation current that is due to ആരെക്കൊണ്ടാണ് അതുണ്ടാവുന്നത്? That is due to minority carriers in the PN junction. കറണ്ട് സാധാരണ മെജോറിറ്റി കാരിയേഴ്സിനെ കൊണ്ടാണ്. പക്ഷേ ഈ ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് that is due to minority carriers in the junction and this will be in the order of microamperes or nanoamperes. So that's all about diodes and PN junction formation. ഇതിൽ important ആയിട്ടുള്ള 2 questions ആണ് and probably the sure questions for your exam. അപ്പോൾ അതിൽ ഒന്നാണ് formation of PN junction. എങ്ങനെയാണ് PN junction ഫോം ചെയ്യുന്നത്? ആ ഡിപ്ലീഷൻ റീജിയനെ കുറിച്ച് എഴുതുക and then you have to draw those figures too. ഇനി സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് VI characteristics. അപ്പോൾ ഇത് നിങ്ങളോട് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിക്കാം ഓർ ടുഗെദർ ആസ് VI characteristics of a PN junction diode എന്ന് ചോദിക്കാം. അപ്പോൾ one of these questions will be a sure one for your exam, KTU exam. Hope you are clear with this. And you can also refer to the different types of breakdown that happens in diode, that is Zener and avalanche breakdown in another video. Thank you.